പ്രധാന പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ സിൻജോയെ കിട്ടി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരിക്കലും സന്തോഷം വരില്ല. ഒരു തൃപ്തി ഇപ്പോൾ തോന്നുന്നു. ഏറ്റവും ബ്രൂട്ടലായിട്ട് എൻ്റെ മകനെ ആക്രമിച്ചത് സിൻജോയാണ്. അത് എല്ലാവർക്കും അറിയാം. അവിടെ അവൻ്റെ നല്ല കുറച്ച് ഫ്രണ്ട്സുകൾ എന്നോട് പറഞ്ഞതാണ്. ഏറ്റവും ബ്രൂട്ടലായിട്ട് എൻ്റെ മകനെ ആക്രമിച്ചത് ഈ സിൻജോ, വലിച്ചഴക്കുകയും അതെല്ലാം ചെയ്തത്. ഇപ്പോൾ ഒന്നും കൂടെ എനിക്ക് പറയാൻ പറ്റില്ല. അവനെ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യവും. അവനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ എല്ലാവരുടെ പറഞ്ഞു. ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഇറക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അറിഞ്ഞു അവനൊരു ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഓക്കെ, ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധു ഇപ്പോൾ പ്രതിയാവണം. ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ആ ബന്ധുവിന് അതുമാത്രമല്ല, മുമ്പ് ഒരു കുറ്റക്കാരനായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഒരു റിപ്പോർട്ട് ഉൾപ്പെടെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ ഇവൻ പ്രതിയായിരുന്നു. ആ പ്രതിയെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രതി മാത്രമല്ല ഈ കാശിനാഥനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒളിപ്പിച്ച വീട്ടുകാരും കൂടെ ഇതിൽ പ്രതിയാവണം. പ്രതിയായിട്ട് അവരെയും കൂടെ മുമ്പ് കൊണ്ടുവരണം. കാര്യം ഒന്നുകിൽ പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുന്നത് നമ്മളെ കുറ്റവാളികളെ ഒളിപ്പിക്കുന്നത് ഒരു ശിക്ഷയാണ്, നമുക്കറിയാം. അവരെയും കൂടെ കൊണ്ടുവരിക, അവരെയും കൂടെ ശിക്ഷിക്കുക. ഏതായാലും ഇതിൽ 1% ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ലെങ്കിൽ പോലും 1% ഈ കുട്ടികൾക്ക്, ഈ കുറ്റവാളികൾക്ക്, ഈ SFI ഉള്ള ഈ യൂണിയൻകാരുടെ ആ പ്രവർത്തകരെ, ഈ കുറ്റവാളികളായ കൊലപാതകളെ എല്ലാവർക്കും 1% ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും കുറ്റവാളികളായിട്ട് തന്നെ കണക്കാക്കണം. എൻ്റെ ആഗ്രഹമാണത്. ഈ സഹായം ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട CPM നേതാക്കൾ തന്നെ കോടതിയിലടക്കം പോയിട്ടാണ് പ്രതികൾക്കൊപ്പം പോയെന്ന് പറയുന്നത്. മജിസ്ട്രേറ്റ് പോലും ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ CPMന്റെ പൂർണ്ണമായ സംരക്ഷണം ഇതിലുണ്ടോ എന്ന് തോന്നുന്നു. അത് ആദ്യം മുതലേ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ഒന്നുമല്ല, അവർ ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടനയാണല്ലോ SFI. ആ SFI മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒരു സംഘടനയില്ല. SFI പ്രവർത്തകരെ മാത്രമല്ല അവർ അറസ്റ്റ് ചെയ്തത്. SFI പ്രവർത്തകർ മാത്രമല്ല അവിടുത്തെ പ്രതികൾ. വെറും പ്രവർത്തകരല്ല, അതിൻ്റെ ഭാരവാഹികളാണ്. വെറും പ്രവർത്തകരാണെങ്കിലും കുഴപ്പമില്ല. ഈ SFIയുടെ മുതിർന്ന അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെയുള്ള അവരുടെ ഭാരവാഹികളാണ് ഇതിൻ്റെ കുറ്റവാളികൾ. അപ്പോൾ അവർക്ക് സ്വാഭാവികം, അത് നാച്ചുറലാണ്. ആ ഭാരവാഹികളെ സംരക്ഷിക്കേണ്ട ചുമതല അവരെ പാർട്ടിക്ക് തന്നെ ഉണ്ടാവും. അത് അവരുടെ രീതി. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. വലിയ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഏതാണെങ്കിലും അവരെ വലിയ നേതാവിനെ, പ്രത്യേകിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്ന് പറയുമ്പോൾ ഒറ്റ സംഘടനയേ ഉള്ളൂ, SFI ആണ്. ആ SFI സംഘടന അവർക്ക് വിട്ടുകഴിഞ്ഞാൽ ആ കോളേജിൻ്റെ ഭരണം അവർക്ക് പോകും. വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടി സഖാക്കൾക്ക് വിചാരിക്കുക ഇനി നിന്നിട്ട് കാര്യമില്ല, വേറെ ഒരു യൂണിയൻ ഉണ്ടായിക്കളയാം എന്നവർക്കറിയാം. അതുകൊണ്ട് അവരെ നേതാക്കന്മാരെ ഏത് അറ്റം വരെയും പോയി അവർ സംരക്ഷിക്കും എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും തുറന്നു പറയുന്നില്ല. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ എല്ലാ കുട്ടികളെ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. അവരുടെ മൊഴി എന്താണ്, അവിടെ ചേർത്തിരിക്കുന്ന ചാർജ് എന്താണ്, ഏതൊക്കെ സെക്ഷനാണ്, അത് നോക്കി അതിനുവേണ്ടി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല. മാക്സിമം 1-2 ദിവസം നോക്കും. ഇത്രയും പേരെ കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തൃപ്തിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും. പക്ഷേ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനോട് എനിക്കിപ്പോൾ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട്.